നിങ്ങൾ എന്നാ ഈ ഗോവൻ എന്നാ ജനിച്ചത്? ആലപ്പുഴ സമ്മേളനം നടത്തുന്നത് നിങ്ങൾ ഈ പാർട്ടിയിൽ ഇല്ല. ആരോടാ ഈ പറയുന്നത്? നിങ്ങൾ വഴക്കിടാൻ വരാതെ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ലീഗിന്റെ പ്രതി ഈ മന്ത്രവാദി വന്നാലും വിരുന്നുകാരൻ വന്നാലും തല പോകുന്നത് കോഴിയുടെയാന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ തർക്കത്തിന്റെ പേരിലും CPM-നെ ആക്രമിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. CPM-ന്റെ ഏതോ പ്രവർത്തകൻ ബോർഡ് വെച്ചു, അത് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ. CPM-ന്റെ പ്രവർത്തകർ മാത്രമല്ല, പല ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പെടാത്തവരും പെട്ടവരും ഒക്കെ ബോർഡും ശബ്ദങ്ങളും ഒക്കെ ഉയർത്തി കാണും. പക്ഷേ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ മുൻനിരയിൽ UDF-കാരല്ലായിരുന്നോ, അല്ലാതെ CPM-കാർ വല്ലവരും ഉണ്ടായിരുന്നോ? അത് വഴിയേ അറിഞ്ഞോളൂ. ഗോവനോട് പറയണ്ടായി. പിന്നെ താഴെത്തട്ടിൽ പിന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പക്ഷേ എന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. CCTV കുടിയ ആള് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളാണ്. പിന്നെ KC വേണുഗോപാലിനെ, ചെന്നിത്തലയെ, സതീശനെ ആരും ആക്രമിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇവിടെ വന്ധ്യവയോധികരായ VS അച്യുതാനന്ദനെ കുപ്പികൾ വലിച്ചെറിയത് മനസ്സിലാക്കണം. അത്ര നാണം കെട്ട അവസ്ഥ ഒന്നും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ അണികൾക്ക് കുറച്ച് രോഷം ഉണ്ടായിട്ടുണ്ട്. ആ രോഷപ്രകടനം സോഷ്യൽ മീഡിയയിൽ കണ്ടു. കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിലെ ഈ ഗോവൻ എന്നാ ജനിച്ചത്? ആലപ്പുഴ സമ്മേളനം നടത്തുന്നത് നിങ്ങൾ ഈ പാർട്ടിയിൽ ഇല്ല. ആരോടാ ഈ പറയുന്നത്? നിങ്ങൾ വഴക്കിടാൻ വരാതെ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. നിങ്ങൾ നല്ല വാക്ക് ഉപയോഗിച്ച് സംസാരിക്കുക. നിങ്ങൾക്ക് കണ്ണാടി നോക്കുമ്പോൾ ഇല്ലാത്തവർക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ടാവല്ലോ. അല്ല അതങ്ങനെയല്ല, സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മനസ്സിലാക്കുന്നിടത്തോളം അഭിലാഷ് ഇന്ത്യ വിഷയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ പഴയ സാധനം എന്റെ കയ്യിലുണ്ട്. അന്ന് കുപ്പി വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ പിണറായി ചുരിതനായി പറഞ്ഞു ഏറ് നിർത്താൻ, എറിയുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. കാരണം ഒറ്റൊന്നും കൊണ്ടിട്ടില്ല, ഒന്ന് പോലും കൊള്ളിക്കാൻ കഴിയാത്ത. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?